എനിക്കറിയാവുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ ഒരു ചെറിയ 2 എക്സാമ്പിൾ പറയാം. അതിലൊന്ന് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. അവരെ കാണാൻ തന്നെ, അവർ കണ്ടാൽ അവർ കപ്പിളാവേണ്ടവരാണെന്ന് നമുക്ക് തന്നെ തോന്നും. കാഴ്ചയിലുള്ള അവരുടെ സിമിലാരിറ്റി ആവട്ടെ, അവരുടെ ആക്ഷൻസ്, റൊമാൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു സിനിമയിലെ പാട്ട് പോലെ അവരെ ഓരോ ബീച്ചിലാവട്ടെ അല്ലെങ്കിൽ അവരുടെ നടത്തവും ഇരുത്തവും കാഴ്ചയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതൊരാള്. രണ്ടാമത് എനിക്കറിയാവുന്ന വേറൊരാള്, അവർ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണയിക്കുന്നവരാണ്. അവരും റിലേഷൻഷിപ്പിലാണ്. പക്ഷെ അതിലൊരാൾ ഡിവോഴ്സ്ഡ് ആണ്. ഇവരെക്കാൾ ഒരു 3-4 വയസ്സിൽ ഗേള് ഏജ്ഡ് ആണ്. മാത്രമല്ല അതിലൊരു കുട്ടിയുണ്ട്. അതിലെ ബോയ് ആണെങ്കിൽ കുറച്ചുകൂടി വളരെ യങ്ങുമാണ്. ഓക്കെ, അവരെയും ഞാൻ കാണാറുണ്ട്. വളരെ മനോഹരമായിട്ട് ഈ പറയുന്ന ബീച്ചിലാണെങ്കിലും മറ്റ് പ്രോഗ്രാമുകളിലാണ് വളരെ സജീവമാണ്. അവരുടെ റൊമാൻസും കാഴ്ചയിൽ നേരത്തെ ഉണ്ടായിരുന്നവർ എങ്ങനെയാണോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവരും ഇടപെടുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒന്നിനോട് കൂടുതൽ ഇഷ്ടം തോന്നുകയും അവർ പ്രണയത്തിലാണെന്ന് വിചാരിക്കുകയും മറ്റേതിന് ഞാൻ ഇതെന്തോ സെറ്റപ്പാടോ ഞാനത് തിരുത്തിയിട്ട് എന്നിൽ. പക്ഷെ എന്നെ പോലെ തിരുത്താതെ അല്ല തിരുത്തേണ്ടതുണ്ടോ എന്ന് ആലോചിക്കാത്ത ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കും, നിങ്ങൾ മനോഹരമായി പ്രണയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടോക്സിസിറ്റിയുടെ ഒരു അംശം പോലും ഇല്ലാതെ ആഘോഷിക്കുകയോ ചെയ്യുമ്പോഴും നിങ്ങളുടെ തുടർച്ചക്ക് ഈ സൊസൈറ്റിയുടെ ഒരു ഇക്വേഷൻ ഇല്ലേ, അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും അത് പ്രണയത്തെ ബാധിക്കുന്നുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോന്ന്